ഞാൻ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ വെച്ച് തുടങ്ങാം. ഈ നോവൽ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കെട്ടുകഥയാണ്, ഫിക്ഷനാണ്. എന്നാൽ അനിൽമാഷ്ക്ക് എഴുതാനുണ്ടായിരുന്ന വിഷയം വള്ളത്തോളിനെ കുറിച്ചുമാണ്. നേരത്തെ ഇപ്പോൾ സി രാധാകൃഷ്ണന് കിട്ടിയ ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എഴുത്തച്ഛനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ട് ഖണ്ഡിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫാക്റ്റുകൾ കുറവായിരിക്കും. നമ്മളിന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കുറച്ചൊരു സ്വാതന്ത്ര്യം നമുക്ക് അതിനകത്ത് കിട്ടുമെങ്കിൽ വള്ളത്തോളിൻ്റെ കാര്യം അങ്ങനെയല്ല. കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പല മട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതാണ്ട് നമ്മുടെ സമകാലീന വളരെ ആധുനികനായതുകൊണ്ട് നമുക്കതിനോട് ചോദ്യം ചെയ്യാൻ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു കാര്യം മാഷ് കയ്യിൽ നട്ടാൽ അതൊരു വലിയൊരു പ്രതിസന്ധിയായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രത്തോളം ഇതിനകത്ത് ഫാക്റ്റും ഫിക്ഷനും തമ്മിലൊരു അനുപാതം എങ്ങനെ നിശ്ചയിക്കും എന്നുള്ളൊരു പ്രശ്നം അതിനകത്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു വള്ളത്തോൾ മാഷ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് എഴുത്തുകാരൻ്റെ ഒരു ആത്മാഭിമാനിയായ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ തലപ്പൊക്കം അത്ര സഹ്യനേക്കാൾ തലപ്പൊക്കമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ ആ ഗ്രേറ്റ്നെസ് അറിയിക്കുന്നവരോട്. ഇപ്പം നമ്മളിപ്പോൾ പറയും ഒരുപക്ഷെ എം ടിക്ക് മുൻപ് ഇത്രത്തോളം ഒരു ഗ്രേറ്റ്നെസ് കാണിച്ച അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങൾ ഇതിനകത്ത് പറയട്ടെ. ഈ കലാമണ്ഡലത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് നെഹ്റു വന്ന സമയത്ത് ഒരു വലിയ കസേരയും ബാക്കി ചെറിയ കസേരകളുമായിരുന്നു ഉണ്ടായിരുന്നു. ആ ഒന്ന് സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത് നെഹ്റുവിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വലിയ കസേര. വള്ളത്തോളിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ആ വലിയ കസേര ഞാൻ ഇരിക്കേണ്ട കസേരയായിരുന്നു. അതിനകത്ത് അദ്ദേഹം ഇരിക്കുകയും പിന്നെ അതിനെ പറ്റിയിട്ട് അതൊരു രംഗമായിട്ട് ഇതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. ഞാൻ നോക്കാം, ഞാൻ സന്ദർഭം വായിക്കാം പിന്നീട്. ഇത് എനിക്ക് ഇരിക്കാനുള്ളതല്ലേ എന്നുള്ളതാണ്. കാരണം ഞാനാണല്ലോ അവിടെ ഇരിക്കേണ്ട ആൾ. പിന്നെ അത് ഈ നോവലിൻ്റെ ഒരു സ്വരൂപത്തിലേക്ക് ഞാൻ വരാം. ഈ കഥയുടെ മകള് പറയുന്നതായിട്ടാണ് അതിനകത്ത് പറയുന്നത്. മകൻ പറയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അച്ഛനോട് മാറിയിരിക്കാൻ പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ അച്ഛൻ്റെ വള്ളത്തോളിൻ്റെ മറുപടിയാണ് അതായിപ്പോൾ നന്നായത്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ മഹാകവി അത് ഇരുന്നു വെച്ചിട്ട് എന്തു വരാനാണ്, ഞാൻ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിക്കുകയല്ലേ ചെയ്തത്. നെഹ്റുവിന് ഒരു അരോഗ്യം ഉണ്ടാവാനിടയില്ല. അന്ന് കലാമണ്ഡലത്തിലെ വികസനത്തിനായി 25,000 രൂപയുടെ സഹായമാണ് ചോദിച്ചത്. അനുവദിച്ചതോ ഇരട്ടി 50,000 രൂപ. കലാഹൃദയമുള്ള ആൾ പ്രധാനമന്ത്രിയായാലും ഇതൊക്കെ നടക്കും. പുലർച്ചെ 1 മണിവരെ നമ്മുടെ വെറും നിലനിരുന്നാണ് അദ്ദേഹം കഥകളി കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവം വിവരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വലിയ കസേര വലിച്ചിട്ട് ഇരിക്കാനുള്ള സാഹിത്യം എഴുത്തുകാരൻ എന്ന് പറയുന്നത് ആർക്കും കേടയല്ല. വള്ളത്തോൾ ഇതേപോലെ സഹൃദയനായ നെഹ്റുവും പണ്ട് എം എസ് സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേട്ടിട്ട് പറയുമായിരിക്കും, മഹാകവിയുടെ മുമ്പിൽ ഞാനാര്, ഒരു പ്രധാനമന്ത്രി എന്ന് പറയാനുള്ള ഒരു ഔന്നത്യം നെഹ്റുവിനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അങ്ങനെ ഒരു വളരെ തലപ്പൊക്കമുള്ള ഒരു എഴുത്തുകാരനെ അവതരിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് വള്ളത്തോൾ മാഷ് ഇതിനകത്ത് നോവലിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നോവലിൻ്റെ ഘടന എന്ന് പറയുന്നത് 37 അധ്യായങ്ങൾ, 216 പേജുള്ള പുസ്തകമാണ് മാതൃഭൂമി വളരെ ഭംഗിയായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററിൻ്റെയും തലക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ വള്ളത്തോളിൻ്റെ ഏതെങ്കിലും കവിതയോ കവിതയിലെ ചില വരികളോ ശകലങ്ങളോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ പുസ്തകം മൊത്തം വള്ളത്തോളിൻ്റെ ഒരു കവിതയിലൂടെ, ജീവിതത്തിലൂടെ എന്നതുപോലെ കവിതയിലൂടെയും കടന്നു പോകുന്ന ഒരു രീതിയാണ് നറേഷനിൽ നോവലിസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഓരോ അധ്യായവും ചിലപ്പോൾ ആദ്യം വള്ളത്തോളിൽ തിരിഞ്ഞു നോക്കണം. ജീവിതാന്ത്യത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം പഴയ കാലങ്ങൾ ഓർക്കുന്ന മട്ടിൽ ആണ് അതിനെ ആദ്യം ഒന്ന് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. പിന്നീട് വള്ളത്തോളിൻ്റെ മാത്രമല്ല മറ്റു പലരും വള്ളത്തോളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള പലരുടെയും നോട്ടപ്പാടുകൾ ഒരു ബോധധാര രീതിയിൽ അവർ ആലോചിക്കുന്ന മട്ടിലുള്ള ഒരു നറേഷനാണ് ഭാഷയിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ട് തോന്നി എല്ലാ കാര്യങ്ങളും പറയാനും. പിന്നെ ഒരുപാട് അനക്ഡോട്ടുകൾ, ഒരുപാട് ചെറു കഥകളും സംഭവങ്ങളും, അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളിൽ നിന്ന് കിട്ടിയ സംഭവങ്ങളുണ്ടാവാം, മറ്റു പലരുമായിട്ട് സംസാരിച്ച് ഉണ്ടാക്കിയതുണ്ടാവാം അതിനകത്ത്.
വെറും ഫിക്ഷൻ ഉണ്ടാവാം, കഥ തന്നെ, വെറും കഥ തന്നെ ഇതിനകത്ത് ഉണ്ടാവാം. കാരണം ജീവചരിത്രമല്ല, ഇത് നോവലാണ്, ആത്യന്തികമായിട്ടൊരു കഥയാണ്. അപ്പോൾ അതിനകത്ത് അത്തരം കഥകൾ അതിനകത്ത് കണ്ടേക്കാം. ചിലതൊക്കെ ഞാൻ മനസ്സിൽ ചോദിച്ചു, ഇത് ഇവിടുന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇന്ന വേറെ ആരെയെ കുറിച്ച് പറഞ്ഞൊരു സാധനത്തിന് ആണ് ഞാൻ ഈ സാധനം സംഘടിപ്പിച്ചത് എന്നുള്ള പറഞ്ഞു. ഇത് തുടങ്ങുന്നത് വെള്ളത്തോട്ട് വളരെ പഴയൊരു പ്രണയ കഥ വെച്ചാണ്. ഏതാണ്ട് 40-ലധികം വർഷം മുൻപുള്ള തൻ്റെ യൗവന കാലത്തുള്ള ആദ്യ പ്രണയിനിയെ രാധയെക്കുറിച്ച് അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ മധുലക്ഷ്മി, അതും കവിത വന്നിട്ടുള്ളതാണ്. 2 പേരുകളാണ്, രാധ എന്ന മധുലക്ഷ്മി. പഴയ കാലത്തുണ്ടായ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആണ് ഈ നോവൽ തുടങ്ങി. ഒരു ഭാവന എന്നാണ് അതിന് തലക്കെട്ട് മലപ്പുറം ഭാഷ കൊടുത്തിട്ടുള്ളതെങ്കിലും അത് ഭാവനയാണെന്ന് ഞാൻ പൂർണ്ണമായും ഭാവനയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം ചില സംഭവങ്ങൾ മഹാകവിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഒരു അമ്പലപുരത്തെ ഒരു ഇടവഴിയിൽ ആണ് വള്ളത്തോളിൻ്റെ ഓർമ്മ ചെന്ന് നിൽക്കുന്നത്. അവിടെ ഒരു രാധ എന്ന പെൺകുട്ടി പാവാടയെടുത്ത മുല്ലപ്പൂ ചൂടിയ പട്ടുപാവാടയെടുത്ത പെൺകുട്ടി ഓടി വന്ന് കുട്ടി നിൽക്കുകയും എന്നെ കൂടി കഥകളി പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന രംഗത്തിലാണ് ഈ നോവൽ എന്നെ കൂടി കഥകളി പഠിപ്പിക്കും. അധരങ്ങളുടെ ചലനവും കണ്ണുകളുടെ ചോദ്യഭാവവും അതിൻ്റെ അർത്ഥം വ്യക്തമാക്കി തന്നു. ഈ പട്ടുപാവാടക്കാരി മനസ്സിൽ കയറി കൂടിയിട്ട് ഏറെ നാളായില്ലെങ്കിലും കണ്ണുകൊണ്ട് 1000 ചോദ്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ അവൾ ചോദിച്ചു കഴിഞ്ഞതല്ലേ. മുദ്രകളിലൂടെ അതിന് 10,000 ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. കഥകളിയായിട്ട് ബന്ധപ്പെട്ട രൂപകങ്ങൾ ഈ പുസ്തകത്തിലുടനീളം, ഈ നോവലിലുടനീളം ഉണ്ട്. അത് മറ്റൊരു കാര്യം. അത് പറയാം, ഞാനല്ലല്ലോ ആശാൻ എന്നാണ് പെട്ടെന്ന് പറയാൻ ഉദ്ദേശിച്ചെങ്കിലും വള്ളത്തോൾ പറഞ്ഞ മറുപടി പഠിപ്പിക്കാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. അരങ്ങ് കാണാമെന്ന് ശഠിക്കരുത് എന്നുള്ളതാണ് അതിനുള്ള പിടി സാന്ദ്രമായിട്ടുള്ള മറുപടി. തൂണിലാവിൽ മറ്റൊരു മുല്ലപ്പൂ പോലുള്ള തൂണിലാവിൽ മറ്റൊരു നിലാവായി അവരുടെ മുഖം തുടുക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് മാത്രമായി അനേകം സംഖ്യകൾ അവിടെ താമസിച്ചിരുന്ന കോവിലിന്റെ ആളൊഴിഞ്ഞ അകത്തളങ്ങളിൽ കൈമാറിയ മുദ്രകൾക്ക്, കഥകളി മുദ്രയാണ്, ആളൊഴിഞ്ഞ അകത്തളങ്ങളിൽ, കോവിലകത്തിന്റെ വലിയ കോവിലകത്തിന്റെ ആളൊഴിഞ്ഞ അകത്തളങ്ങളിൽ പരസ്പരം കൈമാറിയ മുദ്രകൾക്ക് ഗന്ധവും രുചിയും ഉണ്ടായിരുന്നു. കഥകളി വിളക്ക് അണഞ്ഞ നീണ്ട രാവുകൾ അവൾ ദമയന്തിയും ഞാൻ നവനുമായി. പത്മം വിളന്നപ്പോൾ തേൻ നുകരുന്ന ശക്തതുമായി വളരെ പുണ്യാത്മകമായി ഒരു പ്രണയ രംഗം വർണ്ണിച്ചുകൊണ്ടാണ് ആശാന്റെ ജീവിതത്തിലും ഇത്തരം ഒരു ആദ്യ പ്രണയത്തെക്കുറിച്ച്. ആശാൻ വിരാഗിയാവുന്നത് ആ പെൺകുട്ടിയുടെ മരണത്തെ തുടർന്നാണ്. അത് ആശാന്റെ ജീവചരിത്രങ്ങളിലുണ്ട്. സാംബശിവന്റെ കുമാരനാശാൻ എന്ന് പറയുന്നൊരു കഥാപ്രസംഗം തുടങ്ങുന്നു. അത് മനസ്സിലാക്കണം. എനിക്ക് കഥകളി പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന പോലെ എനിക്കൊരു അമ്പൽപ്പൂ പറിച്ച് തരുമോ എന്ന് ചോദിക്കുന്നൊരു അമ്പലക്കുളത്തിൽ വെച്ച് ചോദിക്കുന്നൊരു പെൺകുട്ടിയെ വെച്ചാണ് സാംബശിവന്റെ കഥ ആരംഭിക്കുന്നത്. ആശാനെ പറ്റി. ആ കുട്ടിയുടെ മരണമാണ് ആശാനെ വിരാഗിയാക്കുന്നതും ആശാനെ സ്വാമിയുടെ ചിന്നസ്വാമിയാക്കി മാറ്റുന്നതും നാരായണ ഗുരുവിൻ്റെ. പിന്നെ ഒരു ആ വൈരാഗ്യം ആശാന്റെ ഏതാണ്ട് ജീവിതാന്ത്യം വരുന്നുള്ളൂ. വളരെ ലേറ്റായിട്ടാണ് ആശാൻ പിന്നീട് കല്യാണം കഴിക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ഫിക്ഷൻ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇത് ആരംഭിക്കാൻ വളരെ ഭംഗിയായിട്ട് ഈ കഥ എന്താണ് ഫിക്ഷനായിട്ടാണ് ആരംഭിക്കുന്നത്, ഭാവന പോലെ ആരംഭിക്കാൻ ഈ നോവലിന് കഴിയുന്നു. പിന്നീട് പറയുന്നത് എനിക്കെന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ എന്ത് വേണം നിനക്ക് കുട്ടേട്ട, ഒരു ചെറിയൊരു ആഗ്രഹം. 2ാമത്തെ അധ്യായത്തിലാണ്. അവൾ മാത്രമാണ് കുട്ടേട്ട എന്ന് വള്ളത്തോളിനെ വിളിച്ചിരുന്നത്. മറ്റൊന്നും വേണ്ട. അവിടുന്ന് എവിടെ ഇരുന്നാലും അവർ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്നൊന്നും അന്നത്തെ കാലത്ത് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എവിടെ ഇരുന്നാലും അവിടെ നിന്ന് വീശുന്ന കാറ്റിനെ ഞാൻ പ്രണയിക്കും. എൻ്റെ പ്രണയരാഗങ്ങൾ കാറ്റിലൂടെ അവിടുത്തെ തൂലികത്തുമ്പിലെത്തും. പിന്നെന്ത് വേണം? അതൊക്കെ ബാക്കി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ ആത്മകഥയിൽ എനിക്ക് മാത്രമായി ഒരിടം, അത്ര മാത്രമേ വേണ്ടൂ. എന്നിട്ടാണ് പറയുന്നത് ആത്മകഥയോ അത് ഈ ജന്മം ഉണ്ടാവില്ലല്ലോ, വിശ്രമിക്കാൻ സമയമില്ലാത്തവർക്ക് എങ്ങനെ ഒരു ആത്മകഥ എന്ന് പറയുന്നത്. അതറിയാം, നന്നായിട്ടറിയാം. എങ്കിലും മഷിപതിയാത്ത ഹൃദയാക്ഷരങ്ങൾ എനിക്കായി കുറിക്കണം. എന്നിട്ട് അത് ഈറനണിഞ്ഞ ഒരു വെള്ളിലെ വള്ളിയുടെ അപേക്ഷയാണ്. വാക്കുകൾ കടലാസിലേക്ക് പകർത്തണമെന്ന് ഞാൻ ശഠിക്കില്ല. ഹൃദയത്തിൽ കുറിച്ചാൽ മതി പ്രണയത്തിൻ്റെ ഏക സാക്ഷ്യപത്രം. വള്ളത്തോളിനെ കുറിച്ച് പറയുക ശബ്ദസുന്ദരൻ എന്നാണ് പ്രധാന വിശേഷണം. അനിൽ വള്ളത്തോളിനെ കുറിച്ചും അങ്ങനെ പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര മനോഹരമായ ഭാഷയിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അത്രയും ഈ ആ ദൗത്യമാണ് വള്ളത്തോൾ എഴുതാതെ പോയ ഇത്
എഴുതാൻ വൈകിയ ചിത്രകഥയിൽ നിന്ന് എഴുതാതെ പോയ ആത്മകഥയാണ് ഇപ്പോൾ ഈ നോവൽ ആയിട്ട് വരുന്നെങ്കിൽ തീർച്ചയായും ആദ്യത്തെ 2 അധ്യായങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത രാധയ്ക്ക് വേണ്ടി നീക്കിവെച്ചു എന്നുള്ളതാണ്. ഒരുപാട് പേര് അന്ന് നമ്മൾ ഈ നോവൽ വള്ളത്തോളിൻ്റെ സമശീർഷരായ വള്ളത്തോളിൻ്റെ ശിഷ്യരായിട്ടുള്ള അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരുപാട് പ്രതിഭകളെ നമുക്ക് ഈ നോവലിൽ ഇങ്ങനെ പറഞ്ഞു നോക്കാൻ പറ്റും. അവർക്കൊക്കെ പല പല ചാപ്റ്ററുകളായിട്ട് പലരും വന്നു പോകും. ഒരുപാട് സാനുമാഷ് വരെ അന്ന് മാഷ്ക്ക് ഒരു 30 വയസ്സുള്ളപ്പോഴായിരിക്കും. വള്ളത്തോൾ മരിച്ചിട്ട് 67 വർഷവും. അപ്പോൾ 30 ഇല്ല, ഒരു 25 വയസ്സൊക്കെയാണ്. അദ്ദേഹം ഉൾപ്പെടെ ഇതിനകത്ത് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് ഇന്നറിയാവുന്ന അതിലുള്ള ഒരുപാട് കൗതുകങ്ങൾ കൂടി നമുക്ക് അതിനകത്ത് കാണാം. ഉദാഹരണത്തിന് മാരാരെ പോലുള്ള മാരാരുടെ ജാത്യാഭിമാനത്തെ കുറിച്ച് ടീച്ചർ സൂചിപ്പിച്ചു. മാരാരുടെ വീട്ടിൽ എം എസ് ദേവദാസ് ആണ് തോന്നുന്നു, ബാബു എം.എസ്. ദേവദാസ് മാരാരുടെ വീട്ടിൽ ചെന്നപ്പോൾ ചായ കൊണ്ടൊരു മാരാരെ വിളിപ്പിച്ച് പറയുന്നത് ഇരുന്ന് പ്രൂഫ് നോക്കുകയാണ്. അപ്പം ചായ കൊണ്ടപ്പം അതിൻ്റെ കൂടെ കിണ്ടിയിൽ വെള്ളമുണ്ട്, പാത്രം കഴുകണം, കമത്തണം ഒക്കെ ചെയ്യണം. ചായ കൊടുക്കുന്നു മാത്രം ഒക്കെ കഴുകി നീറ്റാക്കിയിട്ടേ പോകാം. അപ്പോൾ വാശിക്ക് എം.എസ്. ദേവദാസ് ഈ കിണ്ടി അടക്കം കഴുകി കമത്തുന്നു. ഞാൻ തൊട്ട കിണ്ടിയാണ്, ഇനിയിപ്പോൾ ആ കിണ്ടി ഇനി അത് കഴുകാത്തിട്ട് ബുദ്ധിമുട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന മാരാരും യഥാർത്ഥത്തിൽ അത് അന്നത്തെ ഒരു ലോകക്രമം കൂടിയായിരിക്കാം. അതൊക്കെ അവർ ആത്മാർത്ഥമായിട്ടുള്ളിൽ വിശ്വസിച്ചു പോയ ആളായിരിക്കാം. പക്ഷെ വള്ളത്തോൾ അങ്ങനെയല്ല. വള്ളത്തോൾ പറയുന്നുണ്ട് അയിത്തത്തെ പറ്റി കണ്ടാൽ കുളിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഈ മനുഷ്യന്മാരെയൊക്കെ സൃഷ്ടിച്ച ദൈവം ഒരു പ്രാവശ്യം കുളിക്കണം, കുളി തന്നെ ആയിരിക്കണം മുമ്പോട്ട് പണി. ദൈവം ഇങ്ങനെ കുളിച്ചോണ്ടേയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവരല്ലേ ഉണ്ടാക്കിയിരിക്കുന്നു എല്ലാ മനുഷ്യരെയും. അപ്പോൾ അതിനകത്ത് തീണ്ടൽ ജാതിക്കാരെയും സൃഷ്ടിച്ച ദൈവമാണ് അദ്ദേഹം. ദൈവം എത്ര പ്രാവശ്യം കുളിക്കണം എന്ന് വള്ളത്തോട് ചോദിക്കുന്നു. മാരാരൊക്കെ ഉണ്ടായിരുന്നില്ല. മാരാരുടെ ചില സ്വഭാവം, ഉദാഹരണത്തിന് വീട്ടിലേക്ക് വന്ന സമയം അപ്പോൾ കുടയും പിടിച്ചിട്ട് വരികയാണ്. ഇനി അത് കൂട്ടണമെങ്കിൽ ചുരുങ്ങിയത് 10 മിനിറ്റ് ഉണ്ട് ആ കുട. മാരാരുടെ സ്വഭാവം മാധവിക്ക് നന്നായിട്ട് അറിയാം. കുട കൂട്ടാനും തുറക്കാനും സമയം കുറേ എടുക്കും. അയാൾ ശീലക്കുട തുറക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ആദ്യത്തെ കുതിര പണി മുടക്കുക. അറ്റത്തെത്താറാവുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഒരുവിധം തുറക്കാറാവുമ്പോഴേക്കും കയ്യിലെ പുസ്തകം താണ വീട്ടിലുണ്ടാവും. അത് പൊടി തുടയ്ക്കാൻ നിൽക്കുമ്പോഴാവും ഉടുമുണ്ടടിയുന്നത്. വീണ്ടും കുട തുറക്കൽ പണി ആദ്യം തൊട്ട് തുടങ്ങണം. വീണ്ടും ഒരുവിധം ശരിയായി തുറക്കാൻ നേരത്താവും ഒരു കമ്പി ഒടിഞ്ഞതായിട്ട് കാണുക. അത് ശരിയാക്കി വെക്കാതെ കുട തന്നയച്ചതിന് ഭാര്യയ്ക്ക് 2 മിനിറ്റ് ശകാരം. എല്ലാം കഴിഞ്ഞ് കുട തുറക്കുമ്പോഴേക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കുട തുറക്കുമ്പോഴത്തേക്കും മഴ കഴിഞ്ഞു, ഫുൾ നനഞ്ഞും കഴിഞ്ഞു. ഇക്കാര്യം അറിയാവുന്നതുകൊണ്ട് മാധവി തന്നെ കുട വാങ്ങി കൂട്ടിവെച്ചു എന്നുള്ള മട്ടിൽ കുട്ടികൃഷ്ണമാരായിട്ട് അത് ഞാൻ ചോദിച്ചപ്പോൾ അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് മാർക്ക് കിട്ടിയ ഒരു തൂലിക ചിത്രത്തിൽ നിന്ന് മാഷുണ്ടാക്കിയിട്ടുള്ള ഒരു നറേഷനാണ് ആ സാധനം. മാരാരുടെ ചില സ്വഭാവ വിശേഷങ്ങളെ പറ്റിയിട്ടില്ല. അങ്ങനെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വള്ളത്തോളിൻ്റെ ജീവചരിത്രം മാത്രമല്ല, ഏതാണ്ട് ആ കാലത്തുള്ള പലരുടെയും ജീവചരിത്രങ്ങൾ. ഇപ്പോൾ കുറ്റിപ്പുറത്ത് കേശവനായിരുന്നു ഒരു ചാപ്റ്റർ, 1-2 ചാപ്റ്റർ. ആ കാലത്തുള്ള പലരുടെയും ജീവചരിത്രങ്ങളും അവരുടെ കത്തുകളും അങ്ങനെ ഒരുപാട് ഒരു വലിയ ചരിത്രം ബാക്ക്ഗ്രൗണ്ടായിട്ട് നിർത്തിയിട്ടാണ് മാഷ് എഴുതുന്നത്. അല്ലാതെ ഒറ്റൊരു ജീവചരിത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ഈ നോവലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാരാരുടെ കഥകളി വിമർശനം, അന്നത്തെ കഥകളിയുടെ രീതിയെ പറ്റിയിട്ട് മാരാരുടെ വാക്കുകളിലൂടെയാണ് ഈ കഥകളി വിമർശനം അദ്ദേഹം സാധിക്കുന്നത്. അതുപോലെ ആനന്ദലത്തിക്കിനി എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് വേണം എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ എന്ത് വേണം എന്നുള്ള അധ്യായം ഏതാണ്ട് പകുതിയോളം കഥകളിയെ കുറിച്ചുള്ള സ്വപ്നമാണ്, വള്ളത്തോളിൻ്റെ സ്വപ്നമാണ്. അന്നത്തെ ഉച്ചമയക്കത്തിൽ അദ്ദേഹം കഥകളി സ്വപ്നം കാണുകയാണ്. അല്ലെങ്കിൽ കഥകളിയുടെ ഒരു ഭാവി വള്ളത്തോൾ സ്വപ്നം കാണുന്ന മട്ടിലാണ് അന്നത്തെ കഥകളിയുടെ ഒരു രീതിയും പിന്നീട് അതിനെക്കുറിച്ചുള്ള വിമർശനവും കാര്യവും ഒക്കെ അദ്ദേഹം പറയുന്നു. ഇപ്പോൾ മാരാരുടെ കഥകളി വിമർശനത്തിനകത്ത് ചില പൂതന കിട്ടിയാൽ എല്ലാം ആയി എന്നാണ് വിചാരം കൊണ്ട് മാരാർ പറയുന്നത്. അന്നത്തെ കഥകളി സമ്പ്രദായത്തെ ആരും മര്യാദ പഠിക്കില്ല, കഥകളിക്ക് ഒരു സ്ഥാപനം വേണം എന്നുള്ള അർത്ഥത്തിലുള്ള അതിനകത്ത് പറയും പൂതന കിട്ടിയാൽ എല്ലാം ആയി എന്നാണ് വിചാരം. ഇത്രയധികം പൂതനകൾ അഴിഞ്ഞാടിയിട്ട് കുട്ടികൾ ജീവിച്ചിരിക്കണ്ടല്ലോ, അതാ അത്ഭുതം എന്ന് മാരാർ പറയുന്നതായിട്ട് വരികയുണ്ട്. ഇതിനകത്ത് ഇത്രയും പൂതനമായിട്ടുണ്ടായിട്ടും നമ്മുടെ മക്കളൊക്കെ ജീവിച്ചിരിക്കുന്നതിൻ്റെ വലിയ ഭാഗ്യം എന്നുള്ളത്. അതിൽ നിന്ന് നേരെ പോകാവുന്ന ഒരു സാധനം ഇതിനകത്ത് തമാശകളാണ്. അത് വലിയൊരു വിഷയം തന്നെയാണ് ഈ പുസ്തകത്തിലുള്ള. എത്ര ഭംഗിയായിട്ടാണ് വള്ളത്തോളിൻ്റെ കാലത്ത് വള്ളത്തോളിനെ പോലൊരു അത് വള്ളത്തോളിൻ്റെ ജീവിത സാഹചര്യത്തെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ അത്രയും പ്രിവിലേജിൽ നിന്നും കൂടെ വരുന്നതാണ് ഈ തമാശകളും കാര്യങ്ങളും. ഇതിനും നേരത്തൊക്കെ സ്വന്തം ദാരിദ്ര്യത്തിന് നേരെ എല്ലാത്തിനും നേരെയും
ദാരിദ്ര്യമായിക്കോട്ടെ അതിന് നേരെയൊക്കെ നോക്കി ചിരിക്കാനുള്ള ഒരു കഴിവ് വള്ളത്തോളിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ അധികമൊന്നും നമ്മൾ അങ്ങനെ കണ്ടുമുട്ടുന്നില്ലെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ മുള്ളൻ വേണം, ഏതൊരു സ്ഥലത്ത് പോയപ്പോൾ മുള്ളനാണ് കിട്ടിയത്, മീൻ വേണമെന്ന് പറഞ്ഞു. മുള്ളൻ മാത്രമേ ഉള്ളൂ എന്നുള്ള എക്സ്ക്യൂസോടുകൂടി കൊടുത്തപ്പോൾ വള്ളത്തോട് പറഞ്ഞു നല്ലതിനൊക്കെ മുള്ളില്ലേ, പനിയൂർക്ക് പോലും മുള്ളില്ലേ, ഇനിയെന്താ നമുക്ക് മുള്ളനെങ്കിൽ മുള്ളൻ, പനിയൂർ പോലും മുള്ളില്ലേ എന്നാണ് തിരിച്ച് വെള്ളത്തോട് ചോദിക്കുന്നത്. അതുപോലെ എന്ത് പറയുമ്പോൾ മൂപ്പർക്ക് സിഗരറ്റ് വലിക്കും, ഇവിടെ വല്ലപ്പോഴും സിഗരറ്റ് വലിക്കും, പൊടി വലിക്കും, പൊടി സ്ഥിരമായിട്ട് വലിക്കുന്നുണ്ട്. പൊടി വലി നിർത്താൻ പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ശിവൻ ആണ് പൊടിവലി ആദ്യമായിട്ട് തുടങ്ങിയത്. ശിവൻ്റെതാണ് ഈ പൊടിവലി. കാരണം തലയുടെ ജടയുടെ ഉള്ളിൽ ഗംഗയാണ് ഒരു വെച്ചിരിക്കുന്നത്. ജലദോഷത്തിന് നേരം പറയാം. തലയിൽ ഒരു പുഴ, ഇത്രയും വലിയ ഗംഗാനദിയെ ജടയിൽ ചുമക്കുന്നൊരു മനുഷ്യൻ എപ്പോഴും തുമ്മലും ചീറ്റലും ബഹളമായിരിക്കും ശിവന്. അപ്പൊ ശിവൻ അതിനുവേണ്ടിയാണ് ശിവന് ഈ പൊടി ശീലമാണ്. അപ്പൊ ആ പൊടി ഞാൻ നിർത്തില്ല. എന്നിട്ട് ഭാര്യ നിർബന്ധിച്ച പോയിട്ട് അവസാനം കോംപ്രമൈസാണ്. ഞാൻ പൊടിവലി നിർത്തില്ല, നീ പ്രസവവും നിർത്തണ്ട, ഇവിടെ ഇങ്ങനെ കുട്ടികളിങ്ങനെ ഓടി കളിക്കട്ടെ. അതുപോലെ സിഗരറ്റ് വേണം ഞാൻ നിർത്താം, പക്ഷെ പൊടിവലിയാണ്. അപ്പൊ അത് എന്നിട്ട് അവിടെ അയൽമാഷം ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ പെറ്റമ്മമാർ വെച്ചതിടുന്ന കറ്റക്കിടാവൻ ചെറു മതപങ്കജങ്ങൾ ചെറ്റങ്ങുമിങ്ങും പതിയുന്ന വീട്ടിൽ മുറ്റത്തടി പൂവിടൽ വേണ്ട വേറെ എന്നുള്ള വരിയിലെ ചില കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടാണ് മാഷ ആ സന്ദർഭം പൂരിപ്പിക്കുന്നത്. പിന്നെ പൂക്കളിടുന്ന മുറ്റത്ത് പൂക്കളിടുന്ന കാര്യമില്ല, ഇഷ്ടംപോലെ പിള്ളേരിങ്ങനെ ഓടിയാണ്. അതുകൊണ്ട് നീ പ്രസവം ഇത് അങ്ങനെയുള്ള ചില കൗതുകങ്ങളും ചില നല്ല തമാശകൾ ഒരുപാട് ഇതിനകത്ത് കാണാം. ഇപ്പോൾ റഷ്യൻ യാത്രയിൽ വെച്ചിട്ടുള്ള ചില തത്വങ്ങൾ അത് നല്ല രസമാണ്. മകനാണെന്ന് തോന്നുന്നു കൂടെയുള്ളത്. അപ്പോൾ ഒരു ചായ വേണം നിർബന്ധം. അപ്പോൾ ഇത് അന്വേഷിച്ച് ട്രെയിനിൽ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റിൽ മറ്റു കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് നടന്നു പോകാം. അതിൻ്റെ ഇടയിലൂടെ നടന്നുപോയി പാൻട്രി കാലത്തുനിന്ന് വരെ നടന്നു. അവിടെ പോയിട്ട് ചായയായിട്ട് തിരിച്ചു വരുമ്പോൾ സ്ഥിതിച്ചാൽ വള്ളത്തോട് ഇരുന്ന അച്ഛനിരുന്ന കമ്പാർട്ട്മെന്റ് കാണാനില്ല. ചെട്ടിപ്പോയി. അങ്ങനെ സംഭവം നമുക്ക് ആലോചിക്കാൻ പറ്റും. തിരിച്ചു വരുന്നു ആ കമ്പാർട്ട്മെന്റില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു തൊട്ട് മുമ്പത്തെ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ രണ്ടായി പിരിഞ്ഞ് ഒന്ന് സ്വിറ്റ്സർലാൻഡ് ജനീവയിലേക്ക് പോയി, മറ്റേത് ഇറ്റലിയുടെ വേറെ ഒരു സൈഡിലേക്ക് ഈ വണ്ടി പോയിട്ടുണ്ട്, മറ്റേത് അങ്ങോട്ട് പോയിട്ടില്ല. കുഴപ്പമില്ല, സിബി കുമാറിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അച്ഛൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് അവിടെ പിടിച്ച് നിൽക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ പിന്നെ അത്തരം ഒരുപാട് തമാശ സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൗതുകമുള്ള ചില പ്രയോഗങ്ങളും. ഋഗ്വേദ തർജ്ജമയുടെ സമയത്ത് എഴുത്തച്ഛൻ കാവ്യ ജീവിതത്തെ പറ്റിയിട്ട് വള്ളത്തോളിങ്ങനെ പറയുന്നു. എഴുത്തച്ഛൻ്റെ സ്വതന്ത്ര തർജ്ജമയാണോ തർജ്ജമ തന്നെയാണോ എന്നൊക്കെയുള്ള സംശയം വരുമ്പോൾ വള്ളത്തോൾ പറഞ്ഞ മറുപടി, ഇത് ചെമ്പിനെ സ്വർണ്ണമാക്കുന്നതിന് ആരെങ്കിലും ട്രാൻസ്ലേഷൻ ചോദിക്കും. അത് അങ്ങനത്തെ ഒരു പരിപാടിയാണ് എഴുത്തച്ഛൻ എടുത്തത്. ബദിരതയെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന് ചെവി കേൾക്കാതായി തുടങ്ങുന്ന സമയം ഒക്കെ ലേശം ഒരു നർമ്മത്തിന് ചരച്ചാണ് എഴുതിയിരിക്കുന്നത്. വാച്ച് നടക്കുന്നുണ്ട്, പക്ഷെ ഒച്ച കേൾക്കുന്നില്ല. എന്ത് പറ്റിയെന്നില്ല, ആ ഒരു ടെൻഷനിൽ നിന്നാണ് മെല്ലെ ചെവി പോയ കാര്യം അറിയുന്നതും. പിന്നെ അതിൻ്റെ വളരെ വൈകാരിക മുഹൂർത്തങ്ങളൊക്കെ ഈ ഒരു നർമ്മത്തിൻ്റെ ഒരു മേൽക്കൂടി കൂടി ചാരിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ഗാന്ധിജിയായിട്ടുള്ള മീറ്റിംഗ് ഒരു ഐക്യസത്യാഗ്രഹത്തിൻ്റെ സമയത്ത് കണ്ടപ്പോൾ ഒന്ന് വന്ദിച്ചത് മാത്രം. പിന്നീട് ഒരുമിച്ച് തൃശ്ശൂരിൽ ഒരുമിച്ചിരിക്കുകയും കാണുകയും ഒരുപാട് സംസാരിക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വള്ളത്തോളിനെ ദേശീയ കവി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സ്വന്തമായിട്ട് നൂറ്റ വസ്ത്രമാണോ ധരിക്കാമെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു. പിന്നീട് മനസ്സിലാവും ടാഗോറും അതുപോലെ തന്നെയായിരുന്നു ഗാന്ധിയോട് മറുപടി പറഞ്ഞിരുന്നത്. സത്യം തന്നെ ജീവിതമാക്കിയ സത്യത്തിൻ്റെ ആഗ്രഹമാണ് ഗാന്ധി. ആ ഗാന്ധിയോട് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കോട് പറയാമായിരുന്നു, ഞാൻ നോക്കിയതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ അത് പറഞ്ഞില്ല. പിന്നെ അതിൽ നിന്നും ഒക്കെ ആശാനുമായിട്ടുള്ള താരതമ്യം പലതവണ കടന്നു വരുന്നുണ്ട്. ആശാൻ ഒരു സജീവ കഥാപാത്രമായിട്ട് തന്നെ വള്ളത്തോളിൻ്റെ വളരെ സക്രിയമായ ജീവിതകാലത്ത് ആശാൻ ഇല്ലെങ്കിൽ പോലും ആശാൻ 24 മരിച്ചു പോയി. പലപ്പോഴും കരുണ ഒരു കഥാപാത്രമായിട്ട്, അത് കരുണ പുസ്തകമായിട്ട് നാരായണ കൃഷ്ണൻ്റെ കയറി വരുന്നത്. അങ്ങനെ ഒരുപാട് ആശാൻ വന്നും പോയും ഇരിക്കുന്നു. ഇത് തമ്മിലൊരു താരതമ്യം സ്വാഭാവികമായിട്ട് എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതിൽ നോവലിസ്റ്റ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡും അല്ലെങ്കിൽ അന്ന് വള്ളത്തോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് രണ്ടും പറഞ്ഞതുപോലെ രണ്ട് ജീവിത പശ്ചാത്തലത്തിൽ വന്നു. രണ്ടുപേരുടെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. വള്ളത്തോളിന് ദേശീയ പ്രസ്ഥാനവും ദേശീയ സ്വാതന്ത്ര്യവും
ജനതയുടെ ആ അർത്ഥത്തിലുള്ള പോലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം വളരെ പ്രധാനമാകുമ്പോൾ ഒരു അവർണ കവിയായിട്ടുള്ള കുമാരനാശാൻ അത്തരം ജാതീയമായ പീഡനങ്ങൾ ഉച്ചനീചത്വം ഒരുപാട് അനുഭവിച്ച ഈഴവർക്കിടയിൽ തന്നെ ഒരു കല്യാണത്തിന് കൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ തിരിച്ചു കഴിക്കുന്നുണ്ട്. കാരണം ആശ്രമം പഠിക്കുകയാണെങ്കിൽ കല്യാണം നടക്കില്ല എന്നുള്ള അവസ്ഥയൊക്കെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ കുമാരനാശാന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പം ആശാനാണ് അത് എന്തിനും ഭാരതത്തെ കരയുന്നു ഭാരതത്തിലും നിനക്ക് വിധികൽപ്പിതമാണതായ ചിന്തിക്കൽ ജാതി മതിരാന്ധരെ അടിച്ച് തമ്മിൽ അന്തപ്പെടുന്ന അനേകം എന്തിനായ സ്വരാജ്യം എന്ന് ചോദിക്കുന്നു. ആശാന്റെ വലിയ സ്വാതന്ത്ര്യ സങ്കല്പങ്ങളുണ്ടെങ്കിൽ പോലും അത് ഈ ജാതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതിൻ്റെ മുകളിൽ മാത്രമേ ദേശീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥമുള്ളൂ എന്നുള്ളതാണ് ആശാന്റെ ലൈനെങ്കിൽ വള്ളത്തോൾ നേരിട്ട് ദേശീയ പ്രസ്ഥാനവും അത്തരം ഇന്ത്യ മുഴുവൻ നടന്നു അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് ബന്ധങ്ങൾ സ്വാതന്ത്ര്യ സമരത്ത് AICC പല യോഗങ്ങളിൽ പങ്കെടുക്കുകയും കോൺഗ്രസുമായിട്ടൊക്കെ 2 സമ്മേളനങ്ങൾ അദ്ദേഹം പങ്കെടുത്തു. അത്തരം അങ്ങനെ വളരെ ഒരു പൊളിറ്റിക്കൽ ലൈഫ് വള്ളത്തോളിന് ഉണ്ടായി. ഇതിനെപ്പറ്റി പറയുമ്പോഴും പറയുന്നത് പട്ടുപ്പളയും അന്നത്തെ ബ്രിട്ടീഷ് രാജാവിന്റെ പട്ടുപ്പളയും കുമാരനാശാൻ സ്വീകരിച്ച് ശരിയായില്ലല്ലോ എന്ന് പറയുമ്പോൾ വള്ളത്തോട് പറയുന്നു അങ്ങനെ പറയാൻ പറ്റില്ല. ആശാന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതിനകത്ത് ന്യായമുണ്ട്. കാരണം ഒരു അവർണ്ണന് പട്ടുമുളയെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് ആശാന് തെളിയിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ആവശ്യമില്ല. അതുപോലെയല്ല കുമാരനാശാന്റെ കാര്യം. ആശാൻ അത്തരം അംഗീകാരത്തിന്റെ ആവശ്യമുണ്ട്. ഇവിടുന്ന് കിട്ടില്ല. ഇവിടുത്തെ കേരളത്തിൽ നിന്ന് കിട്ടാതെ അദ്ദേഹം മദ്രാസിൽ പോയിട്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പട്ടുമുളയും വായിക്കും. കാരണം അവർക്ക് ജാതിയില്ല. നാരായണൻ പറഞ്ഞതുപോലെ നമുക്ക് സന്യാസം വന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞത് ജാതി ഇല്ലാത്തൊരിടത്ത് പോയിട്ട് ഒരു സ്പേസിൽ പോയിട്ട് ഒരു കയറിയിരിക്കാൻ ഉള്ള ഒരു അത് ആശാന് അർഹിക്കുന്നു. ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് വള്ളത്തോട് പറയുന്നു. എന്നിട്ട് പറയുന്നത് ഗുരു ഒരുപാട് ഈ ഇതിന്റെ പ്രതിഷ്ഠയുടെയും അമ്പലങ്ങളുടെയും നിരന്തര മുഴുവൻ പറയുന്ന ഗുരു ഒരുപാട് പ്രതിഷ്ഠകളാണ് ഉണ്ടത്. എന്നിട്ട് പറഞ്ഞ ഉദാഹരണമാണ് രാമനെ ഗംഗ കടത്തിയ ഗുഹൻ. ആ ഗുഹനുകൊണ്ട് രാമന് വേണ്ടി കടൽ ചാടിക്കിടന്ന ഹനുമാൻ. രണ്ടുപേരും രാമന്റെ ഭക്തര് തന്നെയാണ്. അതിനകത്ത് വ്യത്യാസം ഇല്ല എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത്. ഒരു നിലപാടിലേക്ക് എത്തുന്നത്. പിന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തൊരു കാര്യം നമ്മുടെ മറുപടി എന്ന് പറയുന്നത് ഏതാണ്ട് അവസാന ഭാഗത്ത് എന്ന അധ്യായത്തിൽ ചെറുതുരുത്തിയിൽ വന്നിട്ട് ഒരു സാഹിത്യ സമ്മേളനത്തിൽ EMS വന്ന് പ്രസംഗിക്കുന്നു. EMSന്റെ ഒരു പ്രസംഗത്തിലൂടെ അതും ചിലപ്പോൾ ഫിക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ EMS രണ്ടുപേരെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ളത് കൊണ്ട് പടത്തോടെ കുറിച്ചും പ്രബന്ധങ്ങളുണ്ട്. EMSന്റെ പ്രബന്ധങ്ങളുണ്ട്. ആശാനെ പറ്റിയിട്ടുള്ള പ്രബന്ധങ്ങളും. അപ്പം ഇവർ രണ്ടുപേരെയും താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് EMSന്റെ വാക്കുകളിലൂടെ EMS തർക്കം പരിഹരിക്കുന്ന ഒരു രീതി ഒക്കെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ പറയാനായിട്ട് അതിനകത്ത് പറയും നാരായണൻ പുതിയ വഴിയാണ്. ഈ വഴിയിലൂടെ ഇനിയും പലരും നടക്കുന്നുമുണ്ട്. മലയാള ഭാഷയുടെ കലയുടെ സാഹിത്യത്തിന്റെ എല്ലാ നിലയിലുമുള്ള പുരോഗതിയായിരുന്നു കവിയുടെ ലക്ഷ്യം. അതിന് പറ്റിയൊരു മാർഗം കവി കണ്ടെത്തി. മലയാളത്തിന്റെ ശക്തി എഴുത്തച്ഛന് ശേഷം മലയാളികൾ അനുഭവിച്ചറിഞ്ഞത് നാരായണ മേനോനിലൂടെയാണ് എന്ന് EMS അന്ന് പ്രസംഗിക്കും. നാരായണ മേനോനെ പോലെ അത്രയധികം വള്ളത്തോളിനെ പോലെ അത്രയധികം വിജയിച്ച കവികൾ ഇല്ലായിരുന്നു. ആശാനിലേക്കുള്ള താരതമ്യവും അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് രണ്ടുപേരെ കുറിച്ചുള്ള പല സംശയങ്ങൾക്കും അവസാനം EMS തന്നെയാണ് ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. രണ്ടുപേരുടെയും ദേശീയ ബോധത്തിന്റെയും രണ്ടുപേരുടെയും കാവ്യ രീതിയുടെയും അന്നത്തെ സാമൂഹിക അവസ്ഥയെയും വെച്ചിട്ടാണ് EMS തന്നെ പറയുന്നത്. എങ്ങനെയാണ് ഒരിക്കലും വള്ളത്തോൾ പിന്തിരിപ്പൻ കവിയല്ല എന്ന് പറഞ്ഞത് ഈ നമ്മൾ പറഞ്ഞ മറുപടിയാണ്. പിന്നെ സാമ്പത്തികമായ അസമത്വം തന്നെ പ്രധാന പ്രശ്നം. നമ്മുടെ എന്തുകൊണ്ട് ഭൂരിപക്ഷം പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ സ്ത്രീകളുടെ കഷ്ടാവസ്ഥ, ബഹുഭാര്യത്വം, ഘോഷാരീതി, സ്വത്ത് പങ്കിടായ്മ, ഈ ദുരവസ്ഥയൊക്കെ മാറും. വേളിയുടെ അർത്ഥം പോലും എന്താണെന്ന് അറിയാത്ത ബാലികയുടെ പിഞ്ച തലയിൽ വൈദഗ്ധ്യം ഏൽപ്പിച്ച ഭാരതത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട് നാരായണ മേനോൻ. ആളുകൾക്ക് 100 ഭാര്യയാവാം, സ്ത്രീകൾക്ക് ഏകപത്നിത്വവും. പുരുഷൻ പുറത്തുപോയി പണിയെടുത്ത് പണം സമ്പാദിക്കും, സ്ത്രീ വീട്ടുകാരിയായി അടുക്കളയിൽ കൊള്ളാം. ഇതിന് മാറ്റം വരണം. പുരുഷൻ ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ സ്ത്രീയും പ്രവേശിച്ചാലേ അവരുടെ ദുരിതം തീരൂ എന്നെഴുതിയ കവിയെയാണോ നിങ്ങൾ പിന്തിരിപ്പനായി കാണുന്നത് എന്ന് ഒരു മുസലിനോടുള്ള മറുപടിയായി EMS പറയുന്ന വാക്കുകളാണ് നോവലിന്റെ ഭാഷയിലേക്ക് മാഷ് മാറ്റുകയും ഒക്കെ ചെയ്തത്.
എം എസ് ദേവദാസിനെ പോലെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ദേശാടന വേണ്ടി ജോലി ചെയ്യുന്ന എം എസ് ദേവദാസിന്റെ കഥാപാത്രമായിട്ട് ഇതിനകത്ത് വരുന്നത്. കഥകളിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നു. ആലപ്പാട്ട് നാരായണൻ, നാലാങ്കൽ കൃഷ്ണപിള്ള ഒക്കെ നാലാങ്കലിൽ ഒരു രംഗമിനകത്ത് പറയുന്നത് വീട്ടിൽ വന്ന അതിഥി നാലാങ്കൽ ചെറിയ പയ്യനാണ് കൃഷ്ണപിള്ള. കോളേജ് പഠിക്കുന്നതൊക്കെ വളർത്തോട്ട് കയ്യിൽ സിഗരറ്റ് ചോദിച്ച് വാങ്ങിച്ച് വളരെ ആദ്യം വലിക്കുന്ന കൃഷ്ണപിള്ള. ഞാനത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണോ ആദ്യം ഇക്കാലം കണ്ടിട്ട് വിചാരിച്ചു. പക്ഷെ കാലം അങ്ങോട്ട് യോജിക്കുന്നില്ല. കാരണം വളർത്തോണ്ട് നല്ല പ്രായമുള്ള സമയത്താണ്. അപ്പോൾ ചങ്ങമ്പുഴയാണ് മാഷ് ചോദിച്ചപ്പോൾ നല്ല കൃഷ്ണമുണ്ട്, നാലാങ്കൽ കൃഷ്ണമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആശാന്റെ മരണവൻ ഒക്കെയാണ് തോന്നുന്നത്. അനുസ്മരണ പ്രഭാഷണത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ചെറിയാറ്റത്ത് വയ്യ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ അദ്ദേഹം ഒരു കുറിപ്പ് പോലും അത് പിന്നീട് വേറെ ആൾ വന്നിട്ടാണ് വളർത്തോളം അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പരിപാടി നടക്കട്ടെ. വള്ളത്തോൾ മരിച്ചാൽ അപ്പോൾ ഏതാണ്ട് കർണാസനായി ഇരിക്കുന്ന വള്ളത്തോളാണ്. അപ്പോൾ അങ്ങനെ അത്രയും ധിക്കാരിയായ അന്നത്തെ ഒരു കവിയെ അവതരിപ്പിക്കുന്നു. പിന്നെ കുറെ കൗതുകമുള്ളൂ. അപ്പോൾ വള്ളത്തോളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ കലയും സദാചാരവും രണ്ടും എനിക്ക് വെച്ച് നിർത്തിയാണ് ഞാൻ കല സ്വീകരിക്കും എന്ന് പറയും. വള്ളത്തോളിന് വളരെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ആശാന്റെ കരുണയെ പറ്റി പറയുന്ന സമയത്ത് ഈ നാലാങ്കലിന്റെ കയ്യിൽ കരുണയും ആ സമയത്ത് പറയുന്നത് അത് വലിയ മഹത്തായ സൃഷ്ടിയാണ്. കാരണം ഉദാഹരണമായി പറഞ്ഞു, വഞ്ചിപ്പാട്ടിനകത്ത് ശൃംഗാരം എഴുതാൻ സാക്ഷാൽ സരസ്വതി വിചാരിച്ചപ്പോൾ നടക്കില്ല. അത് ആശാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള മറ്റുള്ള ചില തമാശകൾ. പിന്നെ ഒരുപാട് നർമ്മം പറയാനാണെങ്കിൽ പുസ്തകം മുഴുവൻ ഞാൻ ചിലപ്പോൾ ഉദ്ധരിപ്പിക്കും. ഒരു തവണ അഹിംസാവാദിയായിട്ടുള്ള ഗാന്ധിയുടെ ശിഷ്യനാണ്. ഗാന്ധി എപ്പോഴും എൻ്റെ ഗുരുനാഥനായിട്ട് കൊണ്ടു നടക്കുന്ന വള്ളത്തോളാണെങ്കിൽ നോൺ വെജ് അത്രയും ഇഷ്ടം, അത്രയും വെജിറ്റേറിയനല്ല. അപ്പോൾ ഒരു തവണ കലാമണ്ഡലത്തിൻ്റെ പേരിലുള്ള ഒരു ലോട്ടറി ടിക്കറ്റിൻ്റെ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടിൽ ചെന്ന സമയത്ത് കല്യാണ ചാത്തുർത്തിയുടെ പടിഞ്ഞു ബംഗ്ലാവ് അവിടെ താമസിച്ച സമയത്ത് അന്ന് കവി ഒഴികെ ബാക്കി എല്ലാവരും തനി സഖ്യം പോയി. പക്ഷെ അദ്ദേഹത്തിന് മാസവർഷം കൂടിയെങ്കിൽ ആ വഴിക്ക് ചില പക്ഷികളൊക്കെ പറന്നു നടക്കുന്നത് കണ്ടപ്പോൾ കവി പറഞ്ഞു, ക്യാപ്റ്റൻ നമ്പ്യാരൊക്കെ തോക്ക് കൊണ്ടുവന്നിരുന്നില്ല, എത്ര നന്നായില്ല എന്ന് പറഞ്ഞു. അപ്പി ആൾക്കാർ ചോദിക്കട്ടെ, നല്ല മഹാകവി ഇങ്ങനെയൊക്കെ പറയാമോ? കോഴിയെക്കുറിച്ചും വെടികൊണ്ട പക്ഷിയെക്കുറിച്ചും കവിത എഴുതിയ ഒരാൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാണ് എന്നായി സുഹൃത്തിൻ്റെ ചോദ്യം. നാരായണന്റെ മറുപടി വ്യക്തമായിരുന്നു, മാംസഭക്ഷണം നിഷിദ്ധമല്ലാത്ത ഒരു ലോകത്ത് അത് കഴിക്കുന്നതിൽ തെറ്റില്ല. മാത്രമല്ല മറ്റുള്ളവരുടെ വികാരത്തെ വെള്ളപ്പെടുത്താതെ ശുദ്ധിയോടെ മാംസഭക്ഷണമാകാം എന്നാ ഗാന്ധി പോലും പറഞ്ഞത്. വിശ്വാസത്തിന്റെ പേരിൽ ഹീനമാർഗത്തിൽ ബലികർമ്മം നടത്തുന്നതാണ് തെറ്റ് എന്ന് അതിനെ വിശദീകരിക്കുന്നു. ഇതാണ് അവർ പക്ഷിയുടെ പറഞ്ഞിട്ട് കണ്ടപ്പോൾ അതിനെ തിന്നാൽ കൊള്ളാം എന്ന് പറയുന്നൊരു ഒരു കൗതുകം പറഞ്ഞത്. അതുപോലെ നല്ല രസമുള്ളതല്ല. ഒരു ഉദാഹരണത്തിന് ഹൈദരാബാദിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് പിന്നെ ഒരു കുട്ടി ഒരു കച്ചേരി പെൺകുട്ടിയുടെ പാട്ട് പരിപാടിയില്ല, വള്ളം കൊണ്ട് ചെവി കേൾക്കുക. ചെവി കേൾക്കാത്ത വള്ളത്തെ ഓഡിയൻസിരുന്ന് കച്ചേരി ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഈ സംഘാടകർ മഹാകവി, കേരളത്തിലുള്ള മഹാകവിയാണ് ഹൈദരാബാദാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു മെഡൽ കൊടുക്കണം. അത് മഹാകവി കൊടുക്കണമെന്ന് സംഘാടകർ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്നുള്ള അദ്ദേഹം എഴുന്നേറ്റു സമ്മാനം എടുത്തുകൊണ്ട് വള്ളത്തോൾ സംസാരിക്കുക. എന്നോളം ഈ പാട്ട് കണ്ടാസ്വദിച്ചവർ ഈ സദസ്സിൽ വേറെ ആരും ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ പാട്ട് കാണുകയായിരുന്നു. ബാക്കിയെല്ലാവരും കേൾവിയോടെ കൊണ്ട് കാഴ്ച അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടല്ല. എന്നോളം ഇത് കണ്ടാസ്വദിച്ചവർ ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ പാട്ടുകളെ പറ്റി ഒരു ചെറിയ കുറ്റം പറയാനില്ലാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഞാനാണ്. അതുകൊണ്ട് ഈ മെഡലുകൾ ഞാനാണ് ഏറ്റവും യോഗ്യൻ. കാരണം എനിക്ക് ഒരു കുറ്റവും പറയാനില്ല, അതിനത് കേട്ടില്ല. പിന്നെ ഞാനത് ഇത്ര എല്ലാവരും കണ്ടാസ്വദിച്ചവരും വേറെ ഉണ്ടായിട്ടില്ല എന്ന മറ്റുള്ള ഒരുപാട് ഈ പറഞ്ഞ തമാശകളും കാര്യങ്ങളും ഒക്കെ ഉള്ള. അപ്പോൾ പുസ്തകം വിൽക്കാൻ ഞാൻ അവസാനിപ്പിക്കാൻ, പുസ്തകം വിൽക്കാനുള്ള യാത്രകൾ, ഒരുപാട് യാത്രകൾ, അതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു കഥയുണ്ട്. ഈ പുസ്തകം വായിച്ചിട്ട് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ അത് തന്നെ വേറെ ആക്കി കൊടുക്കാൻ പൈസ തിരിച്ചു കൊടുക്കുകയില്ല അങ്ങനെ. അപ്പോൾ ചില സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ ചില വലിയ മുതലാളിമാരൊക്കെ പറയും, എനിക്ക് തിരക്കാണ്, ഞാൻ പുസ്തകം വായിക്കാനൊന്നും ഞാൻ കാര്യമില്ല. അത് പത്രത്തിൽ രണ്ടും കൂടി വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല, വാങ്ങിയാൽ മാത്രം വായിക്കണ്ട എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വള്ളത്തുള്ളി കൂടെ നമുക്ക് ഇതിനകത്ത് കാണാം.
പിന്നെ ഇവിടത്തോട്ട് അന്ത്യ രമ്യങ്ങളൊക്കെ പുസ്തകം ഞാൻ ഇങ്ങനെ പറഞ്ഞ പുസ്തകം വായിക്കാതിരിക്കും, വായിക്കാനൊരു പ്രേരണ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതിനകത്ത് അവസാനം വെള്ളത്തോട്ട് ജീവിതാന്ത്യം ഒരു വളരെ സ്വപ്നതുല്യമായ ഒരു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. വായിക്കുക, ഈ പുസ്തകം എല്ലാവരും വായിക്കുകയും ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുക, പ്രചരിപ്പിക്കുക, വിമർശിക്കുക, അതും അത്യാവശ്യമാണ്. അത്തരം വിമർശനങ്ങൾ കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നിങ്ങനെ സംസാരിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു. അടുത്തതായി ആശംസ